അവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഇഷ്ടം മാത്രം എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് യശിത ചിപ്പിയും കൊണ്ട് സ്കൂളിൽ പോകുന്ന വഴിയിൽ ഫോണിൽ ആരോ വിളിച്ചപ്പോൾ പുറത്തിറങ്ങിയാണ്. ആ സമയത്ത് ലയ അവിടെ കാണുന്നത് ഒരു ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടായിരുന്നു. അങ്ങനെ ലയ ഇഷിതയെ കണ്ട ഉടനെ ലയയ്ക്ക് ഭ്രാന്തിളകുകയാണ്. അങ്ങനെ ലയ പോയി ഇഷിതയുടെ കഴുത്തിനൊക്കെ കുത്തിപ്പിടിക്കുന്നു. നീ ഇവിടെയും വന്നോ, എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയല്ലേ എന്നും പറഞ്ഞ് ഭയങ്കര ബഹളം വയ്ക്കുകയാണ്. അപ്പോൾ ചിപ്പി ഇറങ്ങി വരുന്നത് എൻ്റെ അമ്മയെ വിട് എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒച്ച വയ്ക്കുകയാണ്. ഈ സമയത്ത് മാധവ് മെഡിസിൻ വാങ്ങി അങ്ങോട്ടേക്ക് വരും. അങ്ങനെ മാധവ് വന്നിട്ട് ലയയെ പിടിച്ച് മാറ്റുകയാണ്. അങ്ങനെ ലയ പിന്നെയും ഓരോന്നൊക്കെ വിളിച്ച് പറയും, നിങ്ങൾ ഇവിടെ വിളിച്ചു വരുത്തിയതല്ലേ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നു. അപ്പോൾ ചിപ്പി പറയും നമുക്ക് പോകാം അമ്മയെന്ന് പറയും. അങ്ങനെ അവർ കാറിൽ കയറി പോവുകയാണ്. പോകുന്ന സമയത്ത് ചിപ്പി ചോദിക്കും, അത് മറ്റേ സൂരജേട്ടൻ്റെ ഇങ്ങനെ മാധവ് അങ്കിളല്ലേ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ പറയും മോൾക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുക. അപ്പോൾ പറയും സൂരജ് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ അവരങ്ങ് പോവുകയാണ്, സ്കൂളിലേക്ക് പോവുകയാണ്. അങ്ങനെ സ്കൂളിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേന് ആദിയുടെ കൂട്ടുകാരോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. തൻ്റെ അച്ഛനും അമ്മയും ഒന്നിക്കുന്നതോ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നതൊക്കെ ഒന്നിക്കുകയാണ്. അപ്പോൾ കിരൺ പറയാം അതെങ്ങനെ ശരിയാവും, നിൻ്റെ അച്ഛന് ഇഷിതാമ്മയെ കല്യാണം കഴിച്ചില്ലേ, അതുമല്ല പിന്നെ ചിപ്പിക്ക് ഇഷിതാമ്മയെ വിട്ട് വരാൻ പറ്റില്ല എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. അപ്പം മറ്റേ അവളുടെ കൂട്ടുകാർ പറയും ചിപ്പി നല്ല കുട്ടിയായത് ഇഷിതാമ്മ വളർത്തിയത് കൊണ്ടാണെന്നൊക്കെ ഇങ്ങനെ പറയണം. അങ്ങനെ എന്നെ ആദ്യം ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് ചിപ്പിയും ഇഷിതയും അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ ചിപ്പി കൂട്ടുകാരുടെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇഷിത നമ്മുടെ ആദിയോട് സംസാരിക്കുകയാണ്. മോനെ ഇങ്ങനെ വീട്ടിലേക്ക് വരണം, നീ ഡാഡിയെ അംഗീകരിച്ചത് ഡാഡിക്ക് ഒരുപാട് സന്തോഷമായി എന്നുള്ള കാര്യമൊക്കെ അറിയിക്കുന്നു. അപ്പം നമ്മുടെ ആദി പറയുന്നു എനിക്ക് ഇഷിതാമ്മയോട് ദേഷ്യമൊന്നുമില്ല, പക്ഷേ എൻ്റെ അമ്മയെ വിട്ട് ഞാൻ വരത്തില്ല എന്നുള്ള കാര്യം പറയുകയാണ്. പിന്നെ അതുപോലെ പറയുന്നു ഞാനും ഡാഡിയും ചിപ്പിയും ഒക്കെയല്ലേ ഒരുമിച്ച് താമസിക്കേണ്ടെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇത് കേട്ട് ഇഷിതയ്ക്ക് ഭയങ്കര വിഷമാവുന്നു. കാരണം അവിടെ എന്ത് പറയും എന്നറിയാത്തൊരവസ്ഥയിൽ. അങ്ങനെ ഇതും പറഞ്ഞ് ആദ്യം ഇങ്ങ് പോവുകയാണ്. അങ്ങനെ ഇതേ സമയത്ത് നമ്മുടെ ലയ വീട്ടിലെത്തിയതിന് ശേഷം മനസ്സിന് ചോദിക്കുക എന്താണെന്ന്. അപ്പം ലയ പറയും ഇവരുടെ കാമുകി അവിടെ വന്നിരുന്നു എൻ്റെ കുഞ്ഞിനെ വീണ്ടും ഇല്ലാതാക്കാനെന്നുള്ള കാര്യമൊക്കെ പറയും. അങ്ങനെ മനസ്സിന് ഓരോന്നൊക്കെ പറയുകയാണ്. പിന്നീട് ഇഷിത വീട്ടിലെ ഫ്ലാറ്റിൻ്റെ താഴെ എത്തുമ്പോഴത്തേക്കും നമ്മുടെ രചന വിളിക്കുന്നു. എന്നിട്ട് രചന പറയും നീ എൻ്റെ മോൻ്റെ പുറകെ നടക്കണോ, ഞാൻ പ്രസവിച്ചാണ്, നിനക്കൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ പോലും കഴിയില്ല എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. അപ്പം ഇഷിത പറയും നീ പിന്നെ ആദ്യം വെച്ച് മഹേഷിനെ അടുപ്പിക്കാനൊക്കെ അല്ലേ നോക്കുന്നത്, നീ ഒരു കാര്യം നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ മഹേഷിനെ വിളിക്കും, നമുക്ക് വരുമോ എന്ന് കാണാം എന്നുള്ള കാര്യം വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ട് രചന ഫോൺ ഇങ്ങനെ താഴ്ത്തുകയാണ്. അങ്ങനെ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് നമ്മുടെ സ്വപ്നവല്ലിയൊക്കെ ചോദിക്കും ആദ്യം ഇങ്ങോട്ട് വരുമോ മോളെ എന്നൊക്കെ ചോദിക്കും. അപ്പം ഇഷിത വിഷമത്തിലാണെങ്കിലും ഇഷിത പറയും അത് ആദിയുടെ ആഗ്രഹം, ഡാഡിയും അവർ ഒന്നിക്കണം എന്നുള്ള കാര്യമാണെന്ന് പറയും. അപ്പം മഹേഷിനും വിഷമമാവുന്നു. അങ്ങനെ നമ്മുടെ ചിപ്പി ഇതറിയുന്നു. അങ്ങനെ ചിപ്പിയെ ഇഷിതയെ കെട്ടിപ്പിടിച്ചിട്ട് പറയും എൻ്റെ അമ്മയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, അപ്പോൾ ഇഷിതയും പറയും എൻ്റെ മോളില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ഇതൊക്കെ കേട്ട് മഹേഷ് ഇങ്ങനെ സങ്കടപ്പെട്ട് വിഷമിക്കുകയാണ്. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പം നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, താങ്ക്